ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലെ ഒരു ജില്ലയാണ് സവായ് മധോപൂർ. ഈ ജില്ലയിലാണ് രാജസ്ഥാനിലെ പ്രശസ്തമായ രൺഥംബോർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അമരേശ്വർ മഹാദേവ ടെമ്പിൾ. ഇതാണ് അമരേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റ്. ഗേറ്റിന് പുറത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെ ലക്ഷ്യമിട്ട് പേരയ്ക്കയും നെല്ലിക്കയും വിൽക്കാനിരിക്കുന്ന സ്ത്രീകൾ. അവരെയും പിന്നിട്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്പലത്തിലേക്ക് നീണ്ടുകിടക്കുന്ന കാട്ടിലൂടെയുള്ള പാത കാണാം. ഗേറ്റിൽ നിന്ന് ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടേക്ക് കാൽനടയായും കാർ, ജീപ്പ്, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങളിലും എത്തിപ്പെടാം. ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ പോകുന്നവരാണ് അധികവും. കാൽനടയായി ഈ പരുക്കൻ കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് രസകരം. കാട്ടുവഴിയിലൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു മുന്നോട്ട് നീങ്ങി. വഴിക്ക് കാട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരതിഥി ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നു. ഒരു പുള്ളിമാൻ. ഞങ്ങളെ കണ്ടിട്ടും ഭയം ലവലേശമില്ലാതെ അത് അടുത്തു വന്നു. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന പേരയ്ക്ക അതിന് നേരെ നീട്ടി. ഒട്ടും മടിയില്ലാതെ അത് കഴിച്ചു. മുളകും ഉപ്പും പുരട്ടിയ പേരയ്ക്ക അതിന് നന്നായി രസിച്ചുവെന്ന് തോന്നി. ഇനിയും വേണം. കയ്യിൽ ബാക്കിയുള്ളതും കൂടി വാങ്ങിക്കഴിച്ചിട്ടേ പോകൂ എന്ന മട്ടിലാണതിൻ്റെ നിൽപ്പ്. ആക്സിസ് എന്ന ശാസ്ത്രനാമമുള്ള ഇവർ സ്പോട്ടഡ് ഡീർ, ചീത്തൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. നിരന്തരം ഈ വഴി പോകുന്ന ആളുകളെ കണ്ടും അടുത്തു ചെന്നും ശീലമായ ഈ മാൻപേടകൾക്ക് മനുഷ്യരെ ഭയമില്ല. ആരും ഇവറ്റകളെ ഉപദ്രവിക്കാറുമില്ല എന്ന് തോന്നുന്നു. പുള്ളിമാനിനെ കാട്ടിലേക്ക് തിരിച്ചയച്ച് ഞങ്ങൾ നടത്തം തുടർന്നു. ക്ഷേത്രത്തിലേക്കുള്ള പാതയുടെ ഇരുവശത്തും വിവിധങ്ങളായ സസ്യങ്ങളെ കാണാം. ധോക്ക്, ധോയ്, കാർധായി എന്നൊക്കെ ഹിന്ദിയിൽ വിളിക്കുന്ന ഒരു സസ്യമാണ് ഇത്. ഇവിടെ ഇത് ധാരാളമായി വളരുന്നുണ്ട്. ടെർമിനാലിയ പെൻഡുല എന്നാണ് ശാസ്ത്രീയ നാമം. ഇതാണ് ബേർ മരം. ബേർ ആപ്പിൾ ട്രീ എന്നും ഇന്ത്യൻ ജുജൂബി എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ കായ്കൾ കാണാൻ നമ്മുടെ നാട്ടിലെ ഓലോലിക്ക പോലെ ഉണ്ടാവും. കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. മധുരവും ചവർപ്പും പുളിയും കലർന്ന രുചിയാണ് ഇതിന്. കൂർത്ത മുള്ളുകളുള്ള അക്കേഷ്യ മരങ്ങളും ഇവിടെ ധാരാളമുണ്ട്. നടന്ന് കുറച്ചു ദൂരമായപ്പോൾ മുന്നിൽ ഒരു മലയുടെ ഭാഗം തെളിഞ്ഞു വന്നു. അമരേശ്വർ ക്ഷേത്രം ഈ മലഞ്ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങൾ ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. ബാക്കി ദൂരം കുത്തനെ നടക്കണം. ഞങ്ങൾ നടന്നിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരു കാറിന് മുകളിൽ ബാബുൾ ട്രീ അഥവാ അക്കേഷ്യ മരത്തിൻ്റെ കൂർത്ത മുള്ളുകളുള്ള ഒരു ചില്ല വീണ് കിടക്കുന്നു. ഈ പരിസരങ്ങളിൽ നിറയെ വികൃതികളായ കുരങ്ങുകളുള്ളത് കാരണം അവറ്റകൾ വാഹനത്തിന് മുകളിൽ കയറിക്കൂടാതെ ഇരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതാ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ജീപ്പിൽ ഒരു ലങ്കൂർ കയറിയിരിക്കുന്നു. ഇവിടെ ഇതൊരു നിത്യക്കാഴ്ച ആയതുകൊണ്ട് ഡ്രൈവർക്ക് തെല്ലും പരിഭ്രമമില്ല. മുകളിൽ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയ ആളുകളെ കാത്തുകിടക്കുന്ന വാഹനങ്ങളാണ് ഇവയെല്ലാം. ഇവിടെ കുരങ്ങന്മാരെ സൂക്ഷിക്കണം. അവരുടെ മുന്നിൽ വെച്ച് ഭക്ഷണ സാധനങ്ങൾ എടുക്കരുത്. എടുത്താൽ അവർ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. ഞങ്ങളും പതിയെ കയറ്റം കയറി തുടങ്ങി. കല്ലുപാകിയ ഒരു വഴി. ചിലയിടത്ത് കല്ലുകൾ ഇളകിപ്പോയിരിക്കുന്നു. ഡിസംബർ മാസമായതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട്. ചൂടുള്ള സമയമാണെങ്കിൽ മലകയറ്റം ആയാസകരമായിരിക്കും. വഴിയുടെ ഇടതുവശത്ത് വലിയ പാറകൾ കിടപ്പുണ്ട്. മലമുകളിലെ വെള്ളച്ചാട്ടം ഇരമ്പി ആർത്ത് ഒഴുകിപ്പോകുന്ന വഴിയാണ് അത്. ഇപ്പോൾ വെള്ളച്ചാട്ടം ഏറെക്കുറെ വരണ്ട നിലയിലാണ്. മഴക്കാലത്ത് ഇത് സജീവമാകും. ക്ഷേത്രം സന്ദർശിച്ച് ആളുകൾ മലയിറങ്ങി വരുന്നു. കുട്ടികളും നല്ല പ്രായമുള്ളവരും യുവാക്കളുമെല്ലാമുണ്ട് കൂട്ടത്തിൽ. കല്ലുപാകിയ വഴി പിന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ കുത്തനെ ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ കാണാം. ആ സ്റ്റെപ്പുകൾ കയറുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ മലഞ്ചെരുവിലായി ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണാം. മലയുടെ ഓരങ്ങളിൽ പാറകളിൽ ആഴത്തിൽ വേരിറക്കി ആൽമരങ്ങൾ പടർന്നങ്ങനെ വളർന്നിരിക്കുന്നു. സവിശേഷ രൂപമുള്ള തവിട്ടും ഇരുണ്ട ചാര നിറവുമുള്ള പാറകളാണ് ഈ മല മുഴുവനും. പാളികളായി അടർത്തിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ആകൃതിയിലുള്ള പാറകൾ. ഞങ്ങൾ കയറുന്ന വഴിയുടെ ഉച്ചിക്ക് നിന്ന് താഴേക്ക് നോക്കിയാൽ പാറയിടുക്കുകളും ചെറുവെള്ളക്കെട്ടുകളും അവയ്ക്കിടയിൽ പടവുകളും എല്ലാം കാണാം. താഴെ സൂര്യപ്രകാശവും നിഴലും ചേർന്ന് മലനിരകളെ വ്യത്യസ്തരാക്കുന്നു. മഴക്കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടം ഈ ചെറുപാലത്തിൻ്റെ അടിയിലൂടെ മലയിടുക്കിൽ നിന്ന് ഒഴുകി താഴേക്ക് പതിക്കും. ആ പാലത്തിൻ്റെ ഓരത്ത് കൊടികൾ നാട്ടിയിരിക്കുന്ന ഭാഗത്താണ് ശിവക്ഷേത്രം. അവിടേക്ക് പോകാൻ ഇനിയും മല കയറണം. ഉയരെ ശ്രീ രാം ജാനകി ധാം എന്ന് ചുവന്ന ചായത്തിലെഴുതിയ ഒരു ക്ഷേത്രഭാഗം കാണുന്നു. ശ്രീ രാം ജാനകി ധാം എന്നാൽ ശ്രീരാമൻ്റെയും സീതയുടെയും ആലയം എന്നാണ് അർത്ഥം. കടും മഞ്ഞ നിറമുള്ള മകുടമുള്ള ശ്രീ രാം ജാനകി ധാം. അതിന് 2 നിലകളുണ്ട്.
ഭജൻ കുടീർ എന്നെഴുതിയ താഴത്തെ നിലയോട് ചേർന്ന് ഒരു കട്ടിൽ കിടപ്പുണ്ട്. അതിന് സമീപത്തായി വെള്ള വസ്ത്രം ധരിച്ച തലക്കെട്ട് കെട്ടിയ ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ പേര് രാംവിലാസ് എന്നാണ്. ക്ഷേത്ര ജീവനക്കാരനാണ്. ഇവിടേക്ക് പറന്നെത്തുന്ന പ്രാവുകൾക്കും മയിലുകൾക്കും തത്തകൾക്കും കരിയില പക്ഷികൾക്കും എല്ലാം കൊടുക്കാനുള്ള ഗോതമ്പും മറ്റുള്ള ധാന്യങ്ങളും നിറച്ചു വച്ചിരിക്കുന്ന വീപ്പകളാണിത്. വീപ്പകളിൽ നിന്ന് കുറേശ്ശെ ധാന്യങ്ങളെടുത്ത് അവറ്റകൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ജോലിയാണ്. ധാന്യങ്ങൾ നിലത്ത് വിതറിയിടേണ്ട താമസം. പക്ഷികൾ പലയിടത്തു നിന്നായി എത്തി തീറ്റ തുടങ്ങി. കൂട്ടത്തിലേക്ക് ആകർഷകമായ 7ഓളം നിറങ്ങളുള്ള 2 തത്തകളും പറന്നെത്തി. ഇടയ്ക്ക് കുരങ്ങന്മാർ വന്ന് പക്ഷികളെ ശല്യപ്പെടുത്തും. ഭജൻ കുടീറിൻ്റെ മുന്നിലായി ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു വലിയ വിറകുകൊള്ളി കിടന്നെരിയുന്നുണ്ട്. സമീപത്ത് കുറച്ച് പൂക്കൾ കിടപ്പുണ്ട്. ഇതാണ് രാം ജാനകി ധാമിനുള്ളിലെ കാഴ്ച. അകത്ത് പൂജാരിയെന്ന് തോന്നിക്കുന്ന നല്ല പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അവിടേക്ക് വരുന്ന ആളുകൾക്ക് അദ്ദേഹം പ്രസാദം കൊടുക്കുന്നുണ്ട്. ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും വിഗ്രഹങ്ങൾ. ഒരു കോണിലായി ഡ്രമ്മു പോലെയുള്ള ഒരു വാദ്യോപകരണം വെച്ചിട്ടുണ്ട്. മോട്ടോറിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡ്രം ഇതാ. രാം ജാനകി ധാമിൻ്റെ മുകളിലത്തെ കാഴ്ച ഇതാണ്. സമാധി സ്ഥൽ എന്ന് എഴുതിയിരിക്കുന്ന 2 നിർമ്മിതികൾ ഇവിടെ ഇങ്ങനെ കാണാം. സന്യാസിവര്യന്മാരുടെയോ മറ്റോ സമാധി സ്ഥലമായിരിക്കണം ഇത്. അതിനുള്ളിൽ മാർബിളിൽ കൊത്തിയിട്ടുള്ള 2 പാദങ്ങൾ കാണാം. ശിവപ്രതിഷ്ഠയുടെ സമീപത്തേക്കുള്ള വഴിയിൽ 2 പേർ ഇരിപ്പുണ്ട്. മുന്നിലേക്ക് നടന്ന് എത്തുന്നത് ശിവക്ഷേത്രത്തിൻ്റെ ഈയൊരു ഭാഗത്തേക്കാണ്. ഇവിടെ നിരവധി ആളുകളുണ്ട്. അവരങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഊഴം കാത്ത് നിൽക്കുന്നു. മലഞ്ചെരുവിലെ പാറയിടുക്കിൽ നിന്ന് ഊറി വരുന്ന ഉറവവെള്ളം ആണിവിടുത്തെ തീർത്ഥജലം. താഴേക്ക് വീഴുന്ന ഉറവജലം ശേഖരിക്കാൻ 2 ചെറു സംഭരണികൾ ഇവിടെ കാണാം. പാറയിടുക്കിലെ ഈ ഗുഹയിലാണ് ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ. അകത്തേക്ക് കയറുന്ന ആളുകൾക്ക് കുറി ചാർത്തി കൊടുക്കാൻ ഒരു മുത്തശ്ശി ഇവിടെ ഇരിപ്പുണ്ട്. ഓരോരുത്തരായി അകത്തേക്ക് കയറി അനുഗ്രഹം വാങ്ങി കുറി തൊട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. അതായത് രൺഥംബോറിലെ പ്രശസ്തമായ കോട്ടയോളം പഴക്കമുണ്ട് ഈ ആരാധനാലയത്തിന്. 5-ാം നൂറ്റാണ്ടിൽ യാദവ രാജാവായ മഹാരാജ ജയന്ത് പണികഴിപ്പിച്ചതാണ് രൺഥംബോർ കോട്ട. ഉയരത്തിൽ നിൽക്കുമ്പോൾ താഴെ ഞങ്ങൾ നടന്നു വന്ന വഴിയും വാഹനങ്ങളും കാണാം. ഇനി പടവുകളിറങ്ങി വന്ന വഴി തിരിച്ചു പോകണം.